ഹായ് ഗേസ്, നമുക്കൊരു കുമ്പളം കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് പച്ചടി ഉണ്ടാക്കാം. ആദ്യം നമ്മളിതിനെ നന്നായി വൃത്തിയാക്കി എടുക്കണം. നമ്മൾ നെയ്ക്കുമ്പളം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ രൂപത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഈ രൂപത്തിൽ തേങ്ങ, കടുവറുക്കാനുള്ള ഇഞ്ചി അരിഞ്ഞത്, ഉപ്പ്, പൂണ്ട് 2 കഷ്ണം, വെളുത്തുള്ളിയാണ്, പിന്നെ ഉള്ളിയും, എണ്ണ, മഞ്ഞൾപ്പൊടി, ചെറുംജീരകം, കടുക്, ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. അപ്പോൾ നമുക്ക് പച്ചടി ഉണ്ടാക്കാം. ആയിട്ടുണ്ട്. അതിലോട്ട് കുറച്ചെണ്ണ, കടുക് 1/2 ടീസ്പൂണോളം കടുക് വറുക്കാൻ വേണ്ടി നമ്മൾ ചെറിയ ഉള്ളി 3 അരിഞ്ഞ് വെച്ചത്. ഇതിനെ ഇനി നല്ല വേണം മൂപ്പിക്കുന്ന രീതിയിൽ ആക്കിയെടുക്കണം. ചുവന്ന കളറിൽ ഇതാവണം. നമുക്കൊന്നതിനെ മൂപ്പിക്കാം. നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമ്മുടെ നെയ്ക്കുമ്പളം ഇതിലോട്ട് ഇട്ട് കൊടുത്തു. കുറച്ച് വെള്ളം, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ചുപ്പ്, നമുക്കിത്രയും ചേർത്ത് ഇതിനെ നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് കുക്കാവുന്നത് വരെയും നമുക്ക് അടച്ചിട്ട് വേവിക്കണം. അങ്ങോട്ട് വേണ്ടുന്നുള്ള കൂട്ട് റെഡിയാക്കാം. തേങ്ങ 1 കപ്പ്, ചെറിയ കപ്പാണ്, ചെറിയ കപ്പിന് 1 കപ്പ്. മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് കൊടുക്കണം. 1/4 ടീസ്പൂൺ മതി മഞ്ഞൾപ്പൊടി. നമ്മൾ അതിൽ 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, വെളുത്തുള്ളിയും ചെറുള്ളിയും, വെളുത്തുള്ളി 2 കഷ്ണം, ചെറുള്ളി 3 കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് ഇത് മഷി പോലെ അരച്ചെടുക്കണം. ഇതിലോട്ട് ചെറുജീരകവും കൂടെ ചേർക്കണം. ഞാൻ പറയാൻ വിട്ടുപോയി. 1/2 ടീസ്പൂൺ. നമ്മുടെ നെയ്ക്കുമ്പളം നല്ല വെന്തിട്ടുണ്ട്, നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ അരപ്പ്, നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന കൂട്ട് ഇതിലോട്ട് ഒഴിക്കണം. പിന്നെ തീ ഒരൽപ്പം കൂട്ടിയിട്ട് ഇളക്കിയെടുക്കണം. സുഖമായിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഇതൊരു ഓപ്ഷനാണ്, എനിക്ക് വളരെ ഇഷ്ടമാണ്. 1 കപ്പ് തൈര്, ചെറിയ കപ്പാണ്, കണ്ടല്ലോ. ഇത് ഓപ്ഷനാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി നല്ല തിളയ്ക്കണ്ട, ഒരുവിധം ചൂടായാൽ മതി. അപ്പോഴത്തേക്കും നമുക്ക് പാകമായിട്ടുണ്ടാവും. നമ്മുടെ പച്ചടി റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം, വളരെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, എന്നെ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി നാളെ കാണാം.